ഞാനൊരു തൂഫാൻ വാരിയറാണ്. രാഷ്ട്രീയപരമായി ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, ചിന്താഗതിക്കാരനാണ്, വിശ്വസിക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും നല്ലതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ലാത്തതാണ്. എന്നിട്ട് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആരും എൻ്റെ ശത്രുക്കളായിട്ട് ഞാൻ കാണുന്നവരല്ല. രാഷ്ട്രീയപരമായ അന്തരങ്ങൾ ഉണ്ടാകുമെങ്കിലും തൂഫാൻ എന്ന് പറയുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള പോളിസികളിൽ ഏറ്റവും നല്ലൊരു പോളിസിയായിട്ടാണ് ഞാൻ പറയുന്നത്. മയക്കുമരുന്നിനെതിരെ ഒരു നീണ്ടകാലം ഒരു വിദ്യാലയത്തിൽ ഏതാണ്ട് 20 വർഷത്തോളം അടുപ്പിച്ച് ഒരു സ്കൂളിലെ പ്രഥമ അധ്യാപകൻ പ്രിൻസിപ്പളായി ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വളരെ ശക്തമായി വളരെ ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിൽ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഡ്രഗ്സുമായി വന്നവരെ പിടിക്കുകയും അന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും അവാർഡ് മേടിക്കുന്നവരുടെ കൂട്ടത്തിൽ വന്നവരുള്ള ഒരാളാണ്. അപ്പം അത്തരത്തിൽ അന്നു മുതലേ ഇത്തരത്തിൽ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വളരെ ശക്തമായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. പിന്നെ ഈ പറഞ്ഞ സിനിമയുടെ കാര്യം, സിനിമയിൽ കാണിക്കുന്നു എന്ന് പറയുന്നത് ജീവിതമാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പം ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യവും സിനിമയിൽ നടക്കുന്നതെല്ലാം സിനിമയിൽ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. സിനിമ എന്ന് പറയുന്നത് അഭ്രപാളികൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസ് മീഡിയ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു മേഖല. അതിനാൽ തന്നെയാണ് അതിനകത്തൊരു ചെറിയ കാര്യം കാണിക്കുമ്പോഴും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അതാണ് അതിൻ്റെ മൊത്തമെന്ന്. ഒരിക്കലുമല്ല. സിനിമയിൽ അത്തരത്തിൽ ഇപ്പോൾ ക്യാരവാനകത്ത് പരിശോധിക്കണം എന്ന് പറയുന്നു. ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പെട്ടെന്നൊരു ലൈം ലൈറ്റാണ്. ഒരു അഭ്രപാളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തിളങ്ങുന്നത് വായിക്കുമെന്ന് വിചാരിക്കുന്ന സിനിമയിൽ മാത്രമാണ്. ഒരിക്കലുമല്ല. സിനിമ എന്ന് പറയുന്നത് അതുമായിട്ട് ഒരു വിധത്തിൽ നമ്മളത് കോറിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ജീവിതത്തിൽ പലയിടങ്ങളിലും നടക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും കിട്ടുന്ന അത്തരത്തിലുള്ളൊരു പോപ്പുലാരിറ്റി മറ്റൊന്നിനും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ സിനിമയെ ഒരു വേറിട്ട ഇതിൽ കാണേണ്ട കാര്യമില്ല അതിൽ.